ജർമ്മനിയിൽ ഞാൻ ആദ്യം വന്ന സമയത്ത് എപ്പോഴും തോന്നുമായിരുന്നു, നമ്മുടെ നാട് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ബെസ്റ്റ്. നമ്മുടെ അച്ഛൻ അമ്മ, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ കൾച്ചർ, ഇതേ ജോലിയും ഇതേ സാലറിയും നാട്ടിൽ കിട്ടുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഞാൻ ഒരു 2 ആഴ്ച മുന്നേ നാട്ടിൽ വെക്കേഷൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് അച്ഛനെയും അമ്മേനെ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എത്രയും പെട്ടെന്നൊന്ന് തിരിച്ച് ജർമ്മനിയിലേക്ക് വന്നാൽ മതി ഉണ്ടായിരുന്നുള്ളൂ. കാരണം ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നാട്ടിലെ നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ കുറെ വർഷങ്ങളായിട്ട് വേറൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുത്തെ അഡാപ്റ്റ് ചെയ്യും. അപ്പൊ ഈ പറയുന്നത് എന്റെ മാത്രം പേഴ്സണൽ വ്യൂ ആണ്. നിങ്ങൾക്ക് എഗ്രി ചെയ്യാം, എഗ്രി ചെയ്യാതിരിക്കാം. ആദ്യം തന്നെ നാട്ടിലെ ട്രാഫിക്. നമ്മൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുറച്ച് ട്രാവലിംഗ് ഒക്കെ ചെയ്തു. പ്രത്യേകിച്ചും സിഗ്നൽ ഇല്ലാത്തടുത്ത് ട്രാഫിക് വയലൻസ് ആണ്. ഏതൊക്കെ സൈഡിൽ കൂടിയാണ് വണ്ടി വരുന്നത്, ഒരു സൂചി കയറ്റാൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ലോറി കയറ്റും ആൾക്കാർ. അതാണ് നാട്ടിലെ ഭയങ്കര ഡിസ്കംഫർട്ടാണ് നമുക്ക് നാട്ടിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ. പ്രത്യേകിച്ച് ഈ ഹോണും കാര്യങ്ങളും. യൂറോപ്യൻ കൺട്രിയില് പ്രത്യേകിച്ച് ജർമ്മനിയില് നമ്മൾ ട്രാഫിക് റൂൾസ് ഒക്കെ കൃത്യമായിട്ട് ഒബേ ചെയ്ത് പോകുന്ന രീതിയാണ് ഇവിടെ. ഇല്ലെങ്കിൽ നമുക്ക് ഫൈൻ അടിച്ച് വീട്ടിൽ കിട്ടും. നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് നമ്മൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. വണ്ടി ഡ്രൈവ് ചെയ്യാൻ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. രണ്ടാമത് എനിക്ക് തോന്നിയത് പബ്ലിക് ടോയ്ലറ്റ്. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും അതുപോലെ റെസ്റ്റോറൻറ്റിലൊക്കെ ക്ലീൻ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് കിട്ടേണ്ടത് എന്ന് പറയുന്നത് ഒരു ബേസിക് നെസസിറ്റിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അതിപ്പോഴും ഒരു ചാലഞ്ച് തന്നെയാണ്. രാവിലെ വീട്ടിൽ നിന്ന് പോയി ഒരു സ്ഥലം കണ്ട് തിരിച്ച് വീട്ടിൽ വന്നാൽ മാത്രമേ വൃത്തിക്ക് ഇരുന്നൊന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നല്ല റെസ്റ്റോറന്റ് നോക്കി നമ്മൾ ഒരു 5 സ്റ്റാർ റെസ്റ്റോറന്റ് ഒക്കെ നോക്കി കയറുന്നതിന് തന്നെ മെയിൻ ഉദ്ദേശം എന്താ, നല്ലൊരു ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ കൂടെയാണ്. പക്ഷെ അങ്ങനെയുള്ള സ്ഥലത്തെ വാഷ് ബേസിനും ടോയ്ലറ്റ്സ് ഒക്കെ കണ്ടാണല്ലോ നമുക്ക് ഇപ്പോഴും ഛർദ്ദിക്കാൻ തോന്നും. അതാണ് നാട്ടിലെ അവസ്ഥ. പിന്നെ എനിക്ക് തോന്നിയത്, എനിക്ക് ചൊറിഞ്ഞു കയറിയ ഒരു സംഭവമാണ് നമ്മുടെ ക്യൂ നിൽക്കുന്ന ഒരു പരിപാടി. ഇപ്പൊ നമ്മള് നാട്ടില് എവിടെയെങ്കിലും പോയാൽ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് തെറ്റുന്ന നേരത്ത് അവിടെ ഇടിച്ചു കയറാൻ നോക്കുന്ന ചില ആൾക്കാരുണ്ട്. എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ എന്റെ ടൈം വേസ്റ്റ് ചെയ്താണ് ഇവിടെ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പല കാര്യങ്ങളും വീണ്ടും ചെയ്യാനുണ്ട്. അറ്റ്ലീസ്റ്റ് റെസ്പെക്ട്. ഞാൻ ജർമ്മനി താമസിക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടുത്തെ കാര്യം പറയുകയാണ്. ഇവിടെ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ ലാസ്റ്റ് ആണോ വന്നത് അപ്പൊ നീ വെയിറ്റ് ചെയ്യണം. സിമ്പിൾ. എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നിയ ഒരു കാര്യം, എനിക്കിവിടെ ജർമ്മനി വന്നിട്ട് കിട്ടിയ ഏറ്റവും ഒരു നല്ല ഹാബിറ്റ് എന്ന് പറയുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഒരു ഹായ് പറയുക, താങ്ക് യു പറയുക, ഒരു മോർണിംഗ് പറയുന്നതിൽ നമുക്ക് പൈസ മുടക്കൊന്നുമില്ല. ഇവിടുത്തെ ജർമ്മൻ പീപ്പിൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചും അതേ ഹെൽപ്പ് ആയിരിക്കില്ല നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. പകരം ഒരു സിമ്പിൾ താങ്ക് യു, അത് അവരുടെ എഫേർട്ടിനെ നമ്മൾ അക്നോളജ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ അപ്രിസിയേഷൻ മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത് നമ്മുടെ അടുത്ത് നിന്ന് അത് കിട്ടിയില്ല എങ്കിൽ അവർ വിചാരിക്കുന്നത് അവർ ചെയ്തിരിക്കുന്ന, അവരിട്ടിരിക്കുന്ന എഫേർട്ടിന് അല്ലെ അവർ ചെയ്ത ഹെൽപ്പിൽ നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. അത്രയും വാല്യൂ ആണ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ബേസിക് മാനറിന് കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഇപ്പോഴും കുറെ യങ് ജനറേഷൻസ് ആരുടെയും ഒരാളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് വെച്ചിട്ട് അവരുടെ ലിവിംഗ് സ്റ്റൈല്, അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ഡ്രസ്സിംഗ് സെൻസിനെയൊക്കെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരം കുറച്ച് സിവിൽ ആയാൽ പോരെ. കാലം മാറിയത് 2026 ആണ്. എനിക്കറിയാം, ഞാനിപ്പോ ഒരു വീഡിയോ ഇവിടെ ഇട്ടത് കൊണ്ട് ആൾക്കാരുടെ ഈ പറയുന്ന സെൻസ് ഒന്നും മാറാനൊന്നും പോകുന്നില്ല. പക്ഷെ എന്റെ ഒരു സമാധാനത്തിന് ഞാൻ പറഞ്ഞു, ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക്